പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ഡെയിലി ലൈഫിനെയും വർക്ക് സ്ട്രെസ്സിനെയൊക്കെ എഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? എപ്പോഴാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത്? നിങ്ങൾ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനാണോ ബുദ്ധിമുട്ടുന്നത്? അതോ നിങ്ങൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇതൊന്നും അല്ലെങ്കിൽ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകുന്നുണ്ടോ? ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴാണ് കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതെന്ന്. ദെൻ ഫൈൻഡ് ഔട്ട് വൈ യു ആർ പ്രൊക്രാസ്റ്റിനേറ്റിംഗ്. നിങ്ങളുടെ പെർഫെക്ഷനിസ്റ്റ് ട്രേറ്റ് കാരണം നിങ്ങൾക്കുണ്ടാവുന്ന ചിന്തകളാണോ? അതായത് ഇതെനിക്ക് ചെയ്യാനുള്ള നോളജ് ഇല്ല, സ്കില്ലില്ല എന്നുള്ള തോട്ട്സ് ആണോ നിങ്ങൾ ഇതിൽ നിന്ന് പിൻവലിക്കുന്നത്? അതോ എന്നും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു റീഅഷുറൻസ് സ്വീകരിച്ച് മാത്രം വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ബിഹേവിയർ ആണോ? ഇതൊന്നും അല്ലെങ്കിൽ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? വെൻ ആൻഡ് വൈ എന്നതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആൻറ്റി പ്രൊക്രാസ്റ്റിനേഷൻ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട വർക്ക് ഒരു വലിയ ലാർജ് ടാസ്ക് ആയിട്ട് കാണാതെ അതിനെ ചെറിയ ചെറിയ ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് അതിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. പ്രൊക്രാസ്റ്റിനേഷൻ എന്നത് ഒരു ബാഡ് ഹാബിറ്റിനപ്പുറത്തേക്ക് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ADHD കാരണോ, ആൻസൈറ്റി കാരണോ, OCD കാരണോ, അങ്ങനെ എന്തെങ്കിലും. ഒരു പ്രോപ്പർ സൈക്കോ തെറാപ്പി സെഷനിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിഹേവിയറിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്.